അവർ ആള് മാറി തട്ടിക്കൊണ്ടുവന്നത് PKPയുടെ മകനായിരുന്നു. എന്നാൽ കാര്യം മനസ്സിലാവാത്ത വിന്നിങ്സ് അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അടുത്തത് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ കോൺസ്റ്റബിളിന്റെ കയ്യിൽ ശ്രീയുടെ ബാഗ് ഏൽപ്പിക്കുന്ന ഡ്രൈവർ അണ്ണനെയാണ്. ഇവിടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ നോക്കിയാൽ ഒരു പേര് കാണാം, പക്ഷെ നമുക്ക് ശ്രീ എന്ന് തന്നെ വിളിക്കാം. സർട്ടിഫിക്കറ്റ് എല്ലാം എപ്പോൾ എത്തിച്ചേരും എന്ന് ചോദിക്കുന്ന ഡ്രൈവർ അണ്ണനോട് ഇത് കൊറിയർ ഓഫീസല്ല, ഞങ്ങൾ എത്തിച്ചോളാം, താൻ ഒപ്പിട്ടിട്ട് പോയിക്കോളാൻ കോൺസ്റ്റബിൾ പറയുന്നു. ഡ്രൈവർ അണ്ണൻ ഒപ്പിട്ടിട്ട് പുറത്തേട്ട് പോകുന്നു. ഇതേ സമയം പുറത്ത് റാംകിക്കും ശ്രീക്കും ചായ മേടിച്ചു കൊടുക്കുകയാണ് അവരാദ്യം പുറത്തേക്ക് കൊണ്ടുപോയ കോൺസ്റ്റബിൾ. നീയൊക്കെ പഠിച്ചവനല്ലേ, ഇൻസ്പെക്ടറിനോടൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കണ്ടേ, അയാൾ വിചാരിച്ചാൽ നിന്റെയൊക്കെ ജീവിതം തന്നെ കുട്ടിച്ചോറാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ശ്രീയോട് പറയുന്നു. എന്നാൽ സർ, ഞാനൊന്നും ചെയ്തില്ല, ആ കുപ്പി പാസ് ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്ന് തൻ്റെ നിരപരാധിത്വം പറയാൻ ശ്രീ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആദ്യമായി ശ്രീ കാരണം പോലീസ് സ്റ്റേഷനിൽ കയറിയ ദേഷ്യത്തിൽ നിൽക്കുകയാണ് റാംകി. അവരവിടെ ചായ കുടിച്ച് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ആസിഡ് വീണ് കൈ പൊള്ളിയ സന്ദീപിന്റെ കൂട്ടുകാരൻ ഫോൺ ചെയ്യാനായിട്ട് അവരുടെ അടുത്തുള്ള കടയിലേക്ക് വരുന്നത്. അത് കണ്ട ശ്രീ അവനോട് പോയി നീയല്ലേ രാവിലെ എനിക്ക് ബസ്സിൽ വെച്ച് കുപ്പി എന്നത് എന്ന് ചോദിക്കുന്നു. എന്നാൽ അത് ഞാനല്ല, ഇവിടെ നിന്ന് വിട്ടുവെക്കൂ എന്ന് പറയുന്ന അവന്റെ പൊള്ളിയ കൈ പിടിച്ച് ശ്രീ ഞെരിക്കുന്നു. വേദന കൊണ്ട് കരഞ്ഞ് ഓടാൻ ശ്രമിക്കുന്ന അവനെ മടക്കി പിടിച്ചിട്ട് ശ്രീ പോലീസ് അണ്ണനെ വിളിക്കുന്നു. സാർ, ഇവനാണ് ആള്, രാവിലെ ബസ്സിൽ വെച്ച് എനിക്ക് ബോട്ടിൽ തന്നവൻ. പോലീസ് അണ്ണൻ ഓടി വന്ന് അവനെ പിടിച്ചിട്ട് ശ്രീയോടും റാംകിയോടും ഇൻസ്പെക്ടറിന്റെ കണ്ണിൽ ഇനിയും ചെന്ന് വിടാതെ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് അവരെ പറഞ്ഞു വിട്ടിട്ട് അവനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. തിരിച്ചു പോകുന്ന വഴി റാംകി ശ്രീയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ നാടല്ല, നീ എന്തിനു ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നത്? ഇപ്പോൾ പിടിച്ചു കൊടുത്തവനാണോ ആസിഡ് ഒഴിച്ചത്? എന്നാൽ അവനല്ല, അവൻ ബോട്ടിൽ പാസ് ചെയ്ത് തന്നവനാണ്. ആസിഡ് ഒഴിച്ചവൻ വേറെ ആരോ ആണെന്ന് ശ്രീ മറുപടി പറയുന്നു. ആസിഡ് ഒഴിച്ചത് സന്ദീപായിരുന്നല്ലോ. അടുത്തത് കാണിക്കുന്നത് ഒരു പാട്ടാണ്. അതിൽ സന്ദീപ് ഇൻഫോടെക്കിൻ്റെ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് എത്തുന്നുണ്ട്. അവിടെ കൂട്ടുകാരി പൂജ സന്ദീപിന് ജോലി കിട്ടാൻ വേണ്ടി ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. പുറകെ ശ്രീയും ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. പാട്ട് കഴിഞ്ഞ് കാണിക്കുന്നത് കാർത്തികിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന വിന്നിങ്സിനെയാണ്. അവിടെ വെച്ച് വിന്നിങ്സ് കാർത്തികിനോട് ചോദിക്കുന്നുണ്ട്, നിന്നെ വീട്ടിൽ തിരിച്ചെത്തിച്ച നീ എന്ത് പറയുന്നു? അതിന് 4 പേര് എന്നെ കടത്തിക്കൊണ്ടുപോയി, അതിൽ ഭക്ഷണം വാങ്ങി തന്നത് നീയാണെന്ന് പറയുമെന്ന് കാർത്തിക് പറയുന്നു. നിന്റെ അച്ഛൻ്റെ പേര് ചിന്നമല എന്ന് പറഞ്ഞല്ലേ നീ എൻ്റെ സ്കൂളിൽ നിന്നും പോകുന്നത് എന്ന് വിന്നിങ്സ് ചോദിക്കുമ്പോൾ അതെ, അത് മാത്സ് ടെസ്റ്റിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് കൂടെ പോകുന്നത് എന്ന് കാർത്തിക് പറയുന്നു. വിശപ്പുള്ളതുകൊണ്ട് അറിയാതെ നീ പേര് മാറ്റി പറയുന്നതല്ലേ, നിന്റെ അച്ഛൻ്റെ പേര് ചിന്നമല എന്ന് തന്നെയല്ലേ എന്ന് വിന്നിങ്സ് വീണ്ടും ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞ് കാർത്തിക് അവൻ്റെ ID കാർഡ് എടുത്ത് കൊടുക്കുന്നു. അതിലെ പേര് കണ്ട് വിന്നിങ്സ് പേടിച്ച് പോകുന്നുണ്ട്. അടുത്തത് വീണ്ടും ഇൻഫോടെക് കാണിക്കുന്നു. അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ രജനയുടെ മുമ്പിൽ ഇരിക്കുകയാണ് ശ്രീ. എന്നാൽ രജന പറയുന്ന ഒന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ തലയിൽ കൂടി കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ശ്രദ്ധിക്കാത്തത് കണ്ട് രജന ഹലോ, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ജോലി വേണ്ട എന്ന് പറഞ്ഞ് ശ്രീ എഴുന്നേറ്റ് പോകുന്നു. എന്നാൽ പുറകെ വന്ന് രജന റിസപ്ഷനിൽ വെച്ച് ശ്രീയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജോലി വേണ്ടാത്തത്, പ്രശ്നം എന്താണെന്ന് പറഞ്ഞാലല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ജോയിനിങ് ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു, ID കാർഡ് വരെ വന്നു, ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ ഇനി ഞാനാണ് മറുപടി പറയേണ്ടത്. ജോലി ഈസിയായി കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ വില അറിയാത്തത്, കാരണം പറഞ്ഞിട്ട് പോകൂ എന്ന് പറയുന്നുണ്ട്. കാരണമല്ല, ഞാൻ നിങ്ങളോട് എന്തിനാണ് പറയേണ്ടത്? എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ പോകുന്നു. ഒരു ജോലി വേണ്ട എന്ന് പറയാനുള്ള റൈറ്റ് പോലും എനിക്കില്ലേ? ഞാൻ ഈ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തോളാം എന്ന് എഗ്രിമെൻ്റ് ഒന്നും എഴുതി തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ശ്രീ പോകാൻ തുടങ്ങുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് സന്ദീപ് അങ്ങോട്ട് വരുന്നുണ്ട്. പെൺകുട്ടികളോട് എങ്ങനെ സംസാരിക്കണമെന്ന് നിനക്കറിയില്ലേ, എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്തിനാണ് വെറുതെ ഒച്ചയെടുക്കുന്നത് എന്ന് ശ്രീയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം, നീ ഇതിൻ്റെ ഇടയിൽ കയറണ്ട എന്ന് ശ്രീയും പറയുന്നുണ്ട്. അത് തന്നെ രജനയും സന്ദീപിനോട് പറയുന്നുണ്ട്, നീ ഇതിൽ ഇടപെടണ്ട, മാറി നിൽക്കുന്നു. എന്നാൽ നീ എന്തിനാ ഇവൻ്റെ പുറകെ പോകുന്നത്? ഒരുപാട് ആളുകൾ വേറെ ഇവിടെ ഉണ്ടല്ലോ, അവർക്കാർക്കെങ്കിലും ജോലി കൊടുക്ക്, അവൻ പോണെങ്കിൽ പോട്ടെ എന്ന് സന്ദീപ് പറയുന്നത് കേട്ട് ശ്രീ തിരിച്ചു വന്നിട്ട് എൻ്റെ ജോലി ഇവന് കൊടുത്തേക്ക് എന്ന് പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന സന്ദീപ് നിന്റെ ജോലി എനിക്ക് പിച്ചയായിട്ട് തരുവാണോ, ഇതിൻ്റെ അകത്തായി പോയി ഇല്ലീ കാണിച്ചു തന്നേനെ എന്ന് പറയുന്നു. അകത്തല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ എന്ന് ചോദിച്ച ശ്രീ ആളെ വെച്ച് വരട്ടോണെന്ന് രജനയോടും ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് രജനയുടെ ബോസ് അങ്ങോട്ടേക്ക് വന്ന് ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു. എന്നാൽ സന്ദീപ് ഉടനെ അയാളോട് ചൂടാവുന്നുണ്ട്. രാവിലെ മുതൽ ഞാൻ നിന്നോട് കലിപ്പിലാണ്, മിണ്ടാണ്ട് പോയിക്കോ എന്ന് പറയുന്നു. എന്നാൽ അയാൾ ഉടനെ സെക്യൂരിറ്റിനെ വിളിക്കുന്നു. എന്നാൽ സന്ദീപ് എനിക്ക് നിന്റെ ഒരു ജോലിയും വേണ്ട, സെക്യൂരിറ്റിനെ വിളിക്കടാ, ഒരു കൈ നോക്കാം എന്ന് പറയുന്നു. എന്നാൽ സെക്യൂരിറ്റിക്ക് പകരം അവിടെ വന്നത് ഒരു പോലീസുകാരനാണ്. അയാൾ സന്ദീപിന്റെ കാരണത്തൊന്ന് പൊട്ടിച്ചിട്ട് അവനെ കൊണ്ടുപോകുന്നു. എന്നാൽ എന്താണ് സാർ കാരണമെന്ന് രജന ചോദിക്കുമ്പോൾ ഒരു ആസിഡ് അറ്റാക്ക് കേസിലെ പ്രതിയാണിവൻ എന്ന് പറയുന്നു. അപ്പോഴാണ് ശ്രീ അറിയുന്നത് സന്ദീപ് ആയിരുന്നു ആ ആളെന്ന്. സന്ദീപും ശ്രീയും ദേഷ്യത്തിൽ പരസ്പരം നോക്കുന്നുണ്ട്. പുറത്തെത്തിയ സന്ദീപ് പോലീസുകാരനോട് പറയുന്നുണ്ട്, T1 സ്റ്റേഷനല്ലേ, എൻ്റെ ചിറ്റപ്പനാണ് അവിടുത്തെ ഇൻസ്പെക്ടർ, ഞാൻ വന്നോളാന്ന്. എന്നാൽ നിന്റെ ചിറ്റപ്പൻ തന്നെയാണ് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്, വണ്ടിയിൽ കയറണമെന്നും പറഞ്ഞ് അവർ സന്ദീപിനെ കൊണ്ടുപോകുന്നു. ഇതേ സമയം വില്ലണ്ണന്റെ സങ്കേതത്തിൽ നിന്നും നൈസായിട്ട് എസ്കേപ്പ് ആവാൻ നോക്കുന്ന വിന്നിങ്സിനെ അസിസ്റ്റന്റ് വില്ലൻ തടയുന്നു. മദ്രാസിലെ തന്നെ പെരിയ ആളുടെ മകനാണ് തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്, ചുമ്മാ പുറത്ത് കറങ്ങി നടക്കുന്നത് സേഫ് അല്ല എന്ന് കോമഡി വില്ലനും പറയുന്നുണ്ട്. കാർത്തിക് PKPയുടെ മകനാണെന്ന് കൺഫേം ചെയ്തു കഴിഞ്ഞു. ഇനി അവനെ എന്ത് ചെയ്യണമെന്ന് അവർ
ആലോചിക്കുകയാണ്. തിരിച്ചു കൊണ്ടുവന്ന് വിട്ടാലും PKP വെറുതെ വിടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവർ പല പ്ലാനും ആലോചിക്കുന്നുണ്ട്. കാർത്തികിനെ കൊന്നുകളയെന്നവരെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തൊക്കെ ചെയ്താലും PKP തങ്ങളെ വെറുതെ വിടില്ല എന്ന് അവർക്ക് മനസ്സിലായി. എന്തായാലും PKP നമ്മളെ കൊല്ലും, രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞ് വില്ലൻ അണ്ണൻ വിന്നിങ്സിനെ കൊണ്ട് PKPയെ ഫോൺ വിളിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം സന്ദീപിനെ പോലീസുകാർ കൊണ്ടുപോയതിനു ശേഷം ഓഫീസിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രചന. അപ്പോൾ അങ്ങോട്ട് ശ്രീ കയറി വന്നിട്ട് എന്റെ സർട്ടിഫിക്കറ്റ് കളഞ്ഞുപോയി, അതില്ലാണ്ട് എനിക്കിവിടെ ജോലിക്ക് കയറാൻ കഴിയില്ലോ, അതുകൊണ്ടാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞു പോയത് എന്ന് പറയുന്നു. അപ്പോൾ രചന, ഒരു ദിവസം വരെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾ എങ്ങനെയെങ്കിലും സർട്ടിഫിക്കറ്റ് കൊണ്ടുവരൂ, ഇപ്പോൾ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞ് ശ്രീയെ പറഞ്ഞു വിടുന്നു. ഇതേ സമയം PKPയെ ഫോൺ ചെയ്ത വിന്നിങ്സ്, മനുഷ്യർ തെറ്റുകൾ ചെയ്യും, അങ്ങനെ ഒരു ചെറിയ തെറ്റ് ഞങ്ങളും ചെയ്തു, അറിയാതെ ആള് മാറി അങ്ങയുടെ മകനെ ഞങ്ങൾ കടത്തിക്കൊണ്ടുവന്നു, നാളെ സൂര്യോദയത്തിന് മുമ്പ് 1 കോടി രൂപ തന്നാൽ കുട്ടിയെ വിട്ടുവരുന്നതായിരിക്കും, ആമേൻ എന്ന് പറഞ്ഞ് പണം തന്നില്ലെങ്കിൽ അങ്ങയുടെ മകനെ കൊന്നുകളയുമെന്നും കൂടി പറയുന്നുണ്ട്. ഇത് കേട്ട് PKP അവസാനം പറഞ്ഞത് ഒന്നുകൂടെ പറയാൻ വിന്നിങ്സിനോട് പറയുന്നു. പണം തന്നില്ലെങ്കിൽ അങ്ങയുടെ മകനെ കൊന്നുകളയും എന്ന് പറഞ്ഞ് വിന്നിങ്സ് പൊട്ടിക്കരയുന്നു. അത് കേട്ട് PKPയും ഒപ്പം ഉണ്ടായിരുന്ന ഗുണ്ടകളും ചിരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യം വന്ന വില്ലണ്ണം ഫോൺ വാങ്ങി, വലിയ കൈയാടാ നീ, 10 മിനിറ്റിനുള്ളിൽ നിന്റെ പയ്യനെ തുണ്ടം വെട്ടി അയക്കും, അപ്പോഴും നീ ഇതുപോലെ ചിരിക്കുവാടാ എന്ന് PKPയോട് അലർന്നുണ്ട്. നിന്റെ മകൻ ആള് മാറിയാണ് തൂക്കിയത്, പക്ഷേ ഇപ്പോൾ എന്തായാലും നിന്നോട് ഡീല് സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. 1 കോടി രൂപയിൽ നിന്ന് 1 രൂപ കുറഞ്ഞാൽ നിന്റെ മകനെ കൊന്നുകളയും, 12 മണിക്ക് കോൾ വരും എന്ന് വില്ലണ്ണം പറയുന്നു. ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടും എന്നോട് ഡീൽ സംസാരിച്ച നിന്റെ ധൈര്യത്തിന് നീ ചോദിച്ച പൈസ ഞാൻ തരും, പക്ഷേ ഞാൻ തന്നെ നേരിട്ട് വന്ന് ആ പൈസ തന്ന് എൻ്റെ മകനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വരെ നിനക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റുമോ എന്ന് നീ നോക്ക് എന്ന് PKPയുടെ മാസ് മറുപടി. അത് കേട്ട് നമ്മുടെ വില്ലണ്ണനും പേടിക്കുന്നുണ്ട്. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. പയ്യന് ഉറക്കോളി കലക്കി കൊടുത്തിട്ടുണ്ട്, 3 മണിക്കൂറാവും എഴുന്നേക്കാൻ. ഞാൻ പറയുമ്പോൾ അവനെടുത്ത് വണ്ടിയിലിട്, എന്തായാലും റിസ്ക് എടുക്കാം, പിന്നെ ചാവാനാണ് വിധിയെങ്കിൽ അതിനു മുമ്പ് പയ്യനെ കൊന്നുകളയാം എന്ന് വില്ലണ്ണനും അസിസ്റ്റന്റ് വില്ലനോട് പറയുന്നുണ്ട്. അടുത്തത് രാത്രിയാവുന്നു. ശ്രീയും രചനയും ഇൻഫോടെക്കിലുണ്ട്. സന്ദീപും കൂട്ടുകാരും ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ്. രജിസ്റ്റർ നോക്കിയ പോലീസ് അണ്ണൻ ശ്രീയുടെ സർട്ടിഫിക്കറ്റ് ഫയൽ പകൽ ഡ്രൈവർ അണ്ണൻ കൊണ്ടു തന്നതറിഞ്ഞ് അതെവിടെയെന്ന് കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നുണ്ട്. അത് ഇൻസ്പെക്ടറുടെ മേശയിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലീസ് അണ്ണൻ ഉടൻ തന്നെ അത് എടുക്കുവാൻ പോകുന്നു. എന്നാൽ എടുത്ത് തിരിയുമ്പോഴേക്കും ഇൻസ്പെക്ടർ അങ്ങോട്ട് കയറി വന്ന് എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. ആ പയ്യന്റെ സർട്ടിഫിക്കറ്റ് ആണ് സർ, ഒന്ന് ഫോൺ വിളിച്ചാൽ ഉടനെ വന്നവൻ മേടിച്ചുകൊണ്ട് പൊക്കോളും എന്ന് പോലീസ് അണ്ണൻ പറയുന്നു. എന്നാൽ ഈഗോ അടിച്ചിരുന്ന ഇൻസ്പെക്ടർ, ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരുത്തൻ എന്നോട് അങ്ങനെയൊക്കെ സംസാരിക്കാറായി, ഞാൻ പറഞ്ഞിട്ട് അവന് കൊടുത്താൽ മതി, അതെടുത്ത് ഉള്ളിൽ വയ്ക്കാൻ പറയുന്നു. പോലീസ് അണ്ണൻ അതെടുത്ത് ഷെൽഫിൽ വെക്കുന്നത് സന്ദീപിന്റെ കൈ പൊള്ളിയ കൂട്ടുകാരൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇൻസ്പെക്ടറിന്റെ മുമ്പിൽ ചെന്ന സന്ദീപിനെയും കൂട്ടുകാരെയും അയാൾ ചീത്ത വിളിക്കുന്നുണ്ട്. നീയൊക്കെ കാരണം എവിടെ നിന്നോ വന്നവനൊക്കെ എന്നോട് കൈനീട്ടി സംസാരിച്ചിട്ട് പോകുന്നു, ഈ കേസ് വേറെ സ്റ്റേഷനിൽ പോകത്ത് നന്നായി, ഇല്ലെങ്കിൽ നീയൊക്കെ അകത്ത് കിടന്ന് തീർന്നേനെ, ആശുപത്രി കിടക്കുന്നവൻ പുറത്തു വരട്ടെ, നിന്നെയൊക്കെ ശരിയാക്കി തരാം എന്ന് ദേഷ്യപ്പെടുന്ന അയാൾ 1 മാസം ഒരുത്തനെയും ഈ സിറ്റിയിൽ കണ്ടുപോരെന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിളിനോട് ഇവന്മാരുടെ ഒപ്പ് മേടിച്ചിട്ട് വിട്ടാൽ മതി എന്ന് പറയുന്നു. തുടർന്ന് സന്ദീപിനോട് ഒറ്റയ്ക്ക് ഇൻസ്പെക്ടർ സംസാരിക്കുന്നുണ്ട്. നിന്റെ ചിറ്റപ്പനായതുകൊണ്ട് നിനക്ക് വേണ്ടി പണിയെടുക്കാനൊന്നും എനിക്ക് പറ്റില്ല, ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് പോയിക്കോണം, നീ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലെന്ന് വിചാരിക്കരുത്, എന്നെ പറ്റിച്ച് ഇവിടെ കിടന്ന് കറങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ അവളെ പ്രസിന്റെയും മീഡിയയുടെയും മുന്നിൽ കൊണ്ടുവന്ന് നാറ്റിക്കും ഞാൻ എന്ന് അയാൾ സന്ദീപിനോട് പറയുന്നു. ഇത് കേട്ട് സന്ദീപ് വല്ലാതെ ദേഷ്യത്തിലാകുന്നുണ്ട്. ശ്രീയാണ് ഇതിനെല്ലാം കാരണം എന്ന് കൂട്ടുകാരൻ സന്ദീപിനോട് പറയുമ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യണോടാ എന്ന് സന്ദീപും പറയുന്നു. അപ്പോൾ ശ്രീയുടെ ഫയൽ ഷെൽഫിൽ വെച്ചിരിക്കുന്നത് കൂട്ടുകാരൻ സന്ദീപിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരെന്തോ പ്ലാൻ ചെയ്യും. ഇതേ സമയം നമ്മുടെ വില്ലണ്ണൻ PKP ഫോൺ ചെയ്ത് സമയമായി, ഇറങ്ങിക്കോ, ഒറ്റയ്ക്കേ വരാവോ, ഗ്യാങ്ങുമായി വന്ന പയ്യൻ്റെ ശവം കൊണ്ടുപോകാം, വേറെ നമ്പറിൽ നിന്ന് കോൾ വരും, കൺഫ്യൂസ് ആവണ്ട എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. ഇതെല്ലാം PKPയുടെ ഗുണ്ട സൈബർ സെല്ലിൽ വെച്ച് കേൾക്കുന്നുണ്ട്. നമ്പർ ട്രേസ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെ PKP പൈസയും കൂടെ ഒരു തോക്ക് എടുത്ത് പോകാൻ റെഡിയാവുന്നു. നമ്മുടെ വില്ലണ്ണനും ഒരു തോക്ക് എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. ഈഗോമൂത്ത് ഇൻസ്പെക്ടർ എവിടെ നിന്നോ വന്ന ഒരുത്തൻ എന്നോട് കൈനീട്ടി സംസാരിക്കുന്നു, അവനെല്ലാം ഇവിടെ എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ, പോലീസുകാരോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കാം. പോയി അവന്റെ ഫയൽ എടുത്തുകൊണ്ട് വരാൻ അയാൾ പോലീസ് അണ്ണോട് പറയുന്നു. ശ്രീയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ഫയലിനെ കുറിച്ചാണ് അയാൾ പറയുന്നത്. പിന്നീട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അടുത്ത ദിവസം കൊടുക്കേണ്ട കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന ശ്രീയെയും നാട് വിട്ടുപോകാൻ ബാഗുമായി ബസ് സ്റ്റോപ്പിലിരിക്കുന്ന സന്ദീപിനെയും, നീ ഇവിടെ പുതിയതല്ല, റൂട്ടെല്ലാം നിനക്ക് അറിയാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നാട്ടുകാരൻ തന്നെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുന്ന ഡ്രൈവർ അണ്ണനെയും PKP കൊന്നുകളയെന്നോർത്ത് പേടിച്ചു വരുന്ന വിന്നിങ്സിനെയും മാറി മാറി കാണിക്കുന്നു. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ ശ്രീയുടെ ഫയൽ തപ്പുന്ന പോലീസ് അണ്ണൻ ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്, സാർ അത് കാണുന്നില്ല എന്ന്. അതേസമയം തന്നെ പയ്യനെ വണ്ടിയിൽ കയറ്റാനായി അവനെ പൂട്ടിയിട്ട മുറിയിലേക്ക് ചെന്ന വില്ലണ്ണനും ഗ്യാങ്ങും കാണുന്നത് അവൻ എയർ ഹോളിലൂടെ ചാടിപ്പോയി എന്നാണ്. അടുത്ത സീനിൽ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന സന്ദീപിനെ കാണിക്കുന്നു. ഈ ബസ് സ്റ്റോപ്പ് രജനിയുടെ താമസ സ്ഥലത്തിന് സൈഡിലാണ്. കൂട്ടുകാരി പൂജ സന്ദീപിന് ഫോൺ ചെയ്ത് അവൾ ഇതുവരെ വന്നിട്ടില്ല, സമയം 12 മണി കഴിഞ്ഞു, നീ അവിടെ ഇരിക്കാതെ പോവാൻ നോക്കെന്ന് പറയുമ്പോൾ അവൾ താഴെ വന്നില്ലെങ്കിൽ ഞാൻ മുകളിലേക്ക് വരും എന്ന് പറയുന്നു. ശരി, അവൾ വരട്ടെ, എന്തെങ്കിലും പറഞ്ഞ് താഴേക്ക് അയക്കാം
നീ വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞ് പൂജ ഫോൺ കട്ട് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് അമ്മ ഫോൺ വിളിച്ചപ്പോൾ ലോ ബാറ്ററി കാണിച്ചുകൊണ്ട് സ്വിച്ച് ഓഫ് ആകും, ഫോൺ വയ്ക്കാൻ പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് സന്ദീപ്. അതേസമയം ഇൻഫോടെക്കിൽ ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ശ്രീ ഏത് വണ്ടിയിലാണ് പോകേണ്ടതെന്ന് അറിയാതെ അവിടെ നിന്ന് പരുങ്ങുമ്പോൾ റെജിനയെ കാണുന്നു. റെജിന സൂപ്പർവൈസറുടെ അടുത്ത് ഇവൻ പുതിയ ആളാണ്, വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് അയാളുടെ ഒപ്പം വിടുന്നുണ്ട്. അയാൾ ഒരു കാറ് കാണിച്ച് അതിൽ കയറിക്കോ എന്ന് പറയുന്നു. ആ വണ്ടി നമ്മുടെ ഡ്രൈവർ അണ്ണൻ്റെ കാറായിരുന്നു. പോകേണ്ട അഡ്രസ്സ് ശ്രീ കാണിക്കുമ്പോൾ വഴി പറഞ്ഞു തന്നാൽ മതി, നമുക്ക് പോകാമെന്ന് പറയുന്നു. കാരണം അദ്ദേഹം അവിടെ പുതിയതാണല്ലോ. എന്നാൽ ഡ്രൈവർ അണ്ണനും വഴി അറിയില്ല എന്നറിഞ്ഞ് ശ്രീ പരിഭ്രമിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വേറെ വണ്ടിയിൽ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ അസമയത്ത് വേറെ പെൺകുട്ടികളെ കയറ്റിയാൽ അത് ബുദ്ധിമുട്ടാവും, നമുക്ക് എങ്ങനെയെങ്കിലും ചോദിച്ചു പോകാം, വണ്ടിയിൽ നിന്ന് ഇറങ്ങല്ലേ പ്ലീസ് എന്ന് ഡ്രൈവർ അണ്ണൻ ശ്രീയോട് അഭ്യർത്ഥിക്കുന്നു. അത് ശ്രീ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർവൈസർ അങ്ങോട്ട് വന്ന് ഡ്രൈവർ അണ്ണനോട് മാഡത്തിന് ആദ്യം ഇറക്കിയിട്ട് പോയിക്കോ എന്ന് പറയുമ്പോൾ കാറിന്റെ പുറകിൽ റെജിന വന്ന് കയറുന്നു. ഡ്രൈവർ അണ്ണൻ അവരെയും കൊണ്ട് അങ്ങനെ പോകുന്നു. അതേസമയം പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടറെ മേലുദ്യോഗസ്ഥൻ വിളിച്ച് PKPയുടെ മകനെ തട്ടിക്കൊണ്ടുപോയ കാര്യം പറയുന്നുണ്ട്. അയാൾ പരാതിയൊന്നും തരില്ല, സംശയമുള്ള ആളുകളെ തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് PKPയുടെ ഫാക്ടറിയിലേക്കുള്ള റോഡിൽ ചെക്കിങ്ങിന് പോകണം. അയാളുടെ മകനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ വിളിച്ച് അറിയിക്കണം എന്ന് പറയുന്നു. അടുത്തത് കാണിക്കുന്നത് കാർത്തിക് പഠിക്കുന്ന സ്കൂളിൽ അന്ന് ക്ലാസ് എടുത്തിരുന്ന ടീച്ചറെയും കൂടെ പ്രിൻസിപ്പളിനെയും സെക്യൂരിറ്റിയും എല്ലാം PKPയുടെ ഗുണ്ടകൾ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ആ ഡ്രിൽ മാഷിനെയും കൊണ്ടുവരുന്നുണ്ട്. അങ്ങേര് ഞാൻ ഡ്രിൽ മാഷാണ്, മറ്റുള്ള മാഷുമാരെ പോലെയല്ല, എൻ്റെ അടുത്ത് കളിക്കരുത് എന്ന് പറഞ്ഞ് ഗുണ്ടയെ ഒന്ന് വിരട്ടാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മൂത്രപ്പുരയിൽ വടി കൊണ്ട് അടി മേടിച്ച് വിടുന്ന ഡ്രിൽ മാഷിനെയാണ്. അപ്പോഴേക്കും ഒരു ഗുണ്ട PKPയെ വിളിച്ച നമ്പർ കണ്ടുപിടിച്ചു. അത് ശ്രീയുടെ നമ്പറായിരുന്നു. അതിൽ നിന്നും റാംകിക്കും കോള് പോയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അവിടുന്ന് കാണിക്കുന്നത് കോമഡി വില്ലൻ ഓട്ടോ സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. വില്ലണൻ PKPയെ വിളിച്ച് വേറൊരു സ്ഥലത്തേക്ക് വരാൻ പറയുന്നുണ്ട്. എന്നിട്ട് കോമഡി വില്ലനോട് പറയുന്നുണ്ട് പയ്യൻ അവന്റെ അടുത്ത് എത്തിയിട്ടില്ല, ഉറക്കവിളി കഴിച്ചിട്ടുള്ളതിനാൽ ഈ ഏരിയയിൽ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും, വണ്ടി എടുക്കാൻ. അസിസ്റ്റന്റ് വില്ലനും ഇതേ സമയം കാർത്തികിനെ തപ്പി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഓട്ടോ എന്ത് ചെയ്തിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. വിന്നിങ്സിനെ അന്വേഷിക്കുമ്പോൾ മെക്കാനിക്കിനെ വിളിച്ചിട്ട് വരാൻ എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് എന്ന് പറയുന്നു. അവൻ എന്തിനാണ് വിട്ടതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും മെക്കാനിക് അങ്ങോട്ടേക്ക് വരുന്നു. വിന്നിങ്സിനെ അന്വേഷിക്കുമ്പോൾ ഒരു കുറിപ്പ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ മെക്കാനിക് ഒരു പേപ്പർ കഷ്ണം കൊടുക്കുന്നുണ്ട്. അത് വിന്നിങ്സിന്റെ രാജിക്കത്തായിരുന്നു. ആ ഓട്ടോയുടെ സൈലൻസറിൽ നിന്നും ഒരു തുണി മെക്കാനിക് വലിച്ചെടുക്കുന്നുണ്ട്. വിന്നിങ്സ് എസ്കേപ്പ് ആയി. ഇത് കണ്ട് ദേഷ്യമോത്ത് വില്ലണ്ണൻ കോമഡി വില്ലന്റെ കൊങ്ങയ്ക്ക് കുത്തി പിടിക്കുന്നുണ്ട്. അടുത്തത് കാണിക്കുന്നത് കാറിൽ പോകുന്ന റെജിനയെയും ശ്രീയെയുമാണ്. റെജിന ശ്രീയോട് ചോദിക്കുന്നുണ്ട് ഇനി എന്താ പ്ലാൻ എന്ന്. 2 ദിവസം നോക്കിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനാണ് പ്ലാൻ എന്ന് ശ്രീ പറയുന്നു. നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ, നീ അവളോട് എന്ത് മറുപടി തരും എന്ന് റെജിന ശ്രീയോട് ചോദിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് റെജിനയും ശ്രീയുടെ കാമുകി ദിവ്യയും സുഹൃത്തുക്കളായിരുന്നുവെന്ന്. എന്നാൽ ദിവ്യ പറഞ്ഞിരുന്നു അവനോട് പറയണ്ട, ജോലി കിട്ടിയത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് അവൻ വിചാരിക്കുമെന്ന്. എന്നാൽ ശ്രീക്ക് ശരിക്കും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് റെജിന പറയാതിരുന്നത്. ദിവ്യയ്ക്ക് വാക്കുകൊടുത്തൊന്നും മറക്കരുത്, തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ ആലോചിക്കാൻ പറഞ്ഞിട്ട് റെജിന വീട്ടിലേക്ക് കയറി പോകുന്നു. സന്ദീപ് അപ്പോഴും റെജിനയെ കാത്ത് ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വായി നോക്കിയാണ്ടെ വീടാണ്. പിന്നാമ്പുറത്ത് ബാൻഡേഡെല്ലാം ഒട്ടിച്ച് അണ്ണൻ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. കൂട്ടുകാരും ഒപ്പമുണ്ട്. അതിലൊരു കൂട്ടുകാരനൊരു ഫോൺ വരുന്നുണ്ട്. അപ്പോൾ സന്ദീപിന്റെ ചിറ്റപ്പൻ അവനോട് നാട് വിടാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതേസമയം ഇൻസ്പെക്ടർ റോഡിൽ ബാരിക്കേഡെല്ലാം വെച്ച് വെയിറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. തിരിച്ച് റൂമിലെത്തിയ രജനിയോട് കൂട്ടുകാരി ദിവ്യ സന്ദീപ് നിനക്ക് വേണ്ടി ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുന്നുണ്ട്, സോറി പറയാനാണ് അവൻ വന്നിരിക്കുന്നത്, ശരിക്കും സംഭവിച്ചത് ഒരുത്ത് നിന്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു, നീ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് സന്ദീപ് അങ്ങനെയൊക്കെ ചെയ്തത്, കാര്യം അറിയാതെ അവനോട് ദേഷ്യപ്പെടരുത്, ഇനി കുറച്ചു നേരത്തിനുള്ളിൽ അവൻ ഈ നാട് വിട്ടു പോകും, അതിനുശേഷം ഇവിടെ ഇരുന്ന് കരയരുത് എന്നും പറയുന്നു. അപ്പോൾ സന്ദീപ് ഒരു കൂട്ടുകാരനെ വിളിച്ച് ഞാൻ അവളുടെ ഹോസ്റ്റലിന് മുമ്പിലുണ്ട്, ബൈക്ക് എടുത്ത് വരാൻ പറയുന്നുണ്ട്. ഇതേ സമയം രജനിയെ ഇറക്കി വിട്ടിട്ട് പിന്നീട് പോകേണ്ട വഴി അറിയാതെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡ്രൈവർ അണ്ണനും ശ്രീയും. അവന്റെ മൊബൈലിൽ ഗൂഗിൾ മാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഉപയോഗിക്കുന്ന പഴയ LGയുടെ ഫോൺ പൊക്കി കാണിക്കുന്നുണ്ട് ശ്രീ. രാംകെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ ഓഫീസിൽ ഒരു മുഖ്യമായ മീറ്റിംഗിലിരിക്കുകയാണ്, പിന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു രാംകി. എന്നാൽ ശരിക്കും അവനൊരു ഹോട്ടലിൽ ഒരു പെൺകുട്ടിയായിട്ട് ഇരിക്കുകയായിരുന്നു. ഫോൺ തിരിച്ച് പോക്കറ്റിലിടുമ്പോൾ അത് അറിയാതെ താഴേക്ക് വീണ് പോകുന്നുണ്ട്. പക്ഷെ ശ്രീ അത് അറിയുന്നില്ല. ഇതിനിടയ്ക്ക് നമ്മുടെ വില്ലണ്ണൻ PKP വിളിച്ച് ഓരോ സ്ഥലവും മാറ്റി മാറ്റി പറഞ്ഞ് അങ്ങോട്ട് എത്താൻ പറയുന്നുണ്ട്. അങ്ങനെ PKPയും റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഡ്രൈവർ അണ്ണനും ശ്രീയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴി അറിയാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇൻസ്പെക്ടറുടെ ചെക്കിംഗ് ഇതിനിടയിൽ കൂടി നടക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ രാംകിയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച ഗുണ്ടകൾ ആ ഹോട്ടലിലേക്ക് കയറി വന്ന് രാംകിയെ അടുക്കളയിലിട്ട് ഉപദ്രവിച്ച് ശ്രീയെ വിളിപ്പിക്കുന്നു. എന്നാൽ ശ്രീയുടെ ഫോൺ പോക്കറ്റിൽ നിന്നും താഴെ വീണ് പോകുന്നതുകൊണ്ട് കോൾ വരുന്നവൻ അറിയുന്നില്ല. അടുത്ത് കാണിക്കുന്നത് സന്ദീപിന്റെ അടുത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന രജനിയാണ്. എന്നാൽ ഗേറ്റിലെത്തിയ രജന അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോയിൽ നിന്നും താഴെ വീഴുന്ന കാർത്തികിനെ കാണുന്നു. ഉറക്കഗുളിക കഴിച്ചതുകൊണ്ട് അവൻ പകുതി മയക്കത്തിലാണ്. വീണ്ടും വഴിയറിയാതെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവർ അണ്ണനെയും ശ്രീയെയും കാണിക്കുന്നു. ശ്രീ ആകെ അസ്വസ്ഥനാണ്. ഈ നാട്ടിൽ വന്നതിന് ശേഷം അവൻ ആകെ അബദ്ധങ്ങൾ മാത്രമാണ് പറ്റിയത്. എന്നാൽ ഡ്രൈവർ അണ്ണൻ പറയുന്നുണ്ട്, ചില ആളുകൾ ചെയ്ത തെറ്റിന് ഒരു നാടിനെ മൊത്തം കുറ്റം പറയുന്നത് ശരിയല്ല. ഇവിടെ നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ ജോലി തേടി വന്നിട്ടുണ്ട്. പക്ഷേ എത്ര കുറ്റം പറഞ്ഞാലും അവരിവിടെ നിന്ന് മടങ്ങി പോകാറില്ല. അതാണ് ഈ നാടിന്റെ രാശി. അതെല്ലാം പിന്നീട് ശീലമായിക്കോളും എന്ന് പറയുന്ന ഡ്രൈവർ അണ്ണനോട് എന്ത് രാശിയാണ് അണ്ണ, നാട്ടിൽ വെച്ച് ഒരു ചെറിയ തെറി വിളിച്ചതിന് അടി ഉണ്ടാക്കിയാനാണ് എന്റെ കൂട്ടുകാരൻ രാംകി. ഇവിടെ സിഗ്നൽ വെച്ച് ഒരുത്തൻ അവന്റെ അമ്മയ്ക്ക് വിളിച്ചിട്ട് കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതുപോലെ
ഒരാൾ റോഡിൽ അടികൊണ്ട് കിടന്നാൽ പോലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാം ശീലമായിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വിളി കേൾക്കുന്ന ഉൾപ്പെടെയാണോ എന്ന് ശ്രീ ചോദിക്കുന്നു. അയ്യോ സർ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ സഹായിച്ചാലല്ലേ നമ്മളെയും ആളുകൾ സഹായിക്കുള്ളൂ എന്ന് ഡ്രൈവർ അണ്ണൻ പറയുന്നു. ഇതേ സമയം രചന കാർത്തികിനെയും കൂട്ടി വന്ന് സന്ദീപിനോട് സംസാരിക്കുന്നുണ്ട്. പരിഭവ സംഭാഷണങ്ങൾക്കിടയിൽ രാവിലെ ഓഫീസിൽ വെച്ച് നടന്ന കാര്യം ഉദ്ദേശിച്ച് ഒരുത്തൻ ജോലി വേണമെന്ന് പറഞ്ഞാൽ അവന് കൊടുക്കില്ല, വേണ്ട എന്ന് പറഞ്ഞവനെ തിരിച്ചു വിളിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് കുശുമ്പ് പറയുന്ന സന്ദീപിനോട് അവൻ ഏതോ ഒരുത്തനല്ല, എന്റെ കൂട്ടുകാരിയുടെ കാമുകനാണെന്ന് പറയുന്നു. പാവം, അവന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എവിടെയോ പോയി എന്നും പറയുന്ന രജനിയോട് അതെങ്ങും പോയിട്ടില്ല, പോലീസ് സ്റ്റേഷനിലുണ്ട്, പോയി മേടിച്ചോളാൻ അവനോട് പറയാൻ സന്ദീപ് പറയുന്നു. കൂട്ടുകാരൻ അത് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരുത്തന്റെ ഭാവി വെച്ച് കളിക്കേണ്ട എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞതെന്ന് സന്ദീപ് പറയുന്നു. അപ്പോഴാണ് കാർത്തികിനെ അന്വേഷിച്ച് നടന്ന അസിസ്റ്റന്റ് വില്ലൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ കാർത്തികിനെ സന്ദീപിന്റെയും രജനിയുടെയും അടുത്ത് കണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് പരിചയമുള്ള പോലെ അവനോട് പോകാമെന്ന് പറയുന്നു. എന്നാൽ കാർത്തിക് അവനെ കണ്ട് ഭയക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയ രചന സന്ദീപിനോട് തന്നെ കാർത്തികിനെ കൊണ്ടുപോയാക്കാൻ പറയുന്നു. എന്നാൽ അസിസ്റ്റന്റ് വില്ലൻ, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടുന്നത്, അവനിങ്ങ് തന്നേക്ക് എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് കാർത്തികിനെ അവിടെ നിന്ന് ബലമായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്നാൽ സന്ദീപ് ഒരു ഗംഭീര ഫൈറ്റിലൂടെ അസിസ്റ്റന്റ് വില്ലനെ പഞ്ചറാക്കി കാർത്തികിനെ രക്ഷിക്കുന്നു. എന്നാൽ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ അസിസ്റ്റന്റ് വില്ലണ്ണനെ വിളിച്ച് പയ്യനെ കിട്ടി ഞാൻ കൊണ്ടുവരികയാണെന്ന് പറഞ്ഞായിരുന്നു. അത് വിശ്വസിച്ച് അയാൾ PKP വിളിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോരെ എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് ശരിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. കുറെ നേരമായിട്ട് അയാളെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സന്ദീപ് അയാളെ വിളിക്കുന്നത്. നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്ന അയാളോട് കാർത്തിക് തന്റെ ഒപ്പമുണ്ട്, വില്ലണ്ണൻ പറഞ്ഞ വഴിയുടെ എതിർവശത്തേക്ക് വരാൻ പറയുന്നു. എന്നാൽ സന്ദീപിനോട് അയാളെ ദേഷ്യത്തിൽ, എന്നെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നാൽ നിന്റെയൊക്കെ മരണം കൊടൂരായിരിക്കും എന്ന് പറയുന്നു. PKP വിചാരിച്ചത് അതും വില്ലണ്ണൻ തന്നെ ആയിരിക്കും എന്നാണ്. എന്നാൽ ഫോൺ ലോ ബാറ്ററിയായി സന്ദീപിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നുണ്ട്. അപ്പോൾ PKP അപ്പോൾ തന്നെ തന്റെ ഗുണ്ടയെ വിളിച്ചിട്ട്, ഇത് പണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ആരോ മനഃപൂർവ്വം എനിക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ്, സംശയമുള്ള എല്ലാത്തിനും കൊന്നേക്കെന്ന് പറയുന്നു. PKP ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സന്ദീപ് താൻ വിളിച്ചു വരുത്തി കൂട്ടുകാരന്റെ ഫോണിൽ നിന്നും PKP വിളിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഗുണ്ടയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഫോൺ എൻഗേജ് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ കാർത്തികിനെ നേരെ നമുക്ക് വീട്ടിൽ കൊണ്ടുവയ്ക്കാം എന്ന് കൂട്ടുകാരൻ പറഞ്ഞത് അവൻ സമ്മതിക്കുന്നു. ഇതേ സമയം കാറിൽ പോയിക്കൊണ്ടിരുന്ന ഡ്രൈവർ അണ്ണൻ മുഖത്ത് എന്ത് പറ്റിയതാണെന്ന് ശ്രീയോട് ചോദിക്കുന്നു. അത് ഇന്നലെ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഡ്രൈവർ അണ്ണൻ ഒരു കോൾ വരുന്നു. അത് അയാളുടെ വീട്ടിൽ നിന്നായിരുന്നു. കുട്ടിക്ക് വീണ്ടും ശ്വാസം മുട്ട് വന്നു. അതറിഞ്ഞ ശ്രീ, എനിക്ക് പിന്നെ പോലും കുഴപ്പമില്ല, നമുക്ക് ആദ്യം പയ്യനെ ആശുപത്രി കാണിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ഡ്രൈവർ അണ്ണൻ വീട്ടിലേക്ക് പോകാൻ വണ്ടി തിരിക്കുന്നു. ഇതേ സമയം കാർത്തികിനെയും കൊണ്ടുപോയ സന്ദീപ് ചിറ്റപ്പൻ ഇൻസ്പെക്ടറുടെ മുമ്പിൽ പെടുന്നുണ്ട്. എന്നാൽ നടന്ന കാര്യം പറയുന്ന സന്ദീപ്, ഇവനെ ആരോ ഉപദ്രവിക്കാൻ വന്നു, അച്ഛന്റെ പേര് ഏതോ പാണ്ഡ്യനെന്നാണ്, വീട്ടിൽ കൊണ്ടുപോയി വിട്ടോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് PKPയുടെ പയ്യനാണെന്ന് അറിഞ്ഞ ഇൻസ്പെക്ടർ, എന്റെ അടുത്ത് എത്തിയോണ്ട് നീ രക്ഷപ്പെട്ടു, അവന്മാരുടെ മുമ്പിലെങ്ങാനും പെട്ടിരുന്നതിൽ കാണാമായിരുന്നു എന്ന് പറഞ്ഞ് കാർത്തികിനെ ജീപ്പിലിരുത്തുന്നുണ്ട്. ഇവനെ ബസ് കയറ്റി വിട്ട് സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തോളണം എന്ന് കൂട്ടുകാരനെ ഭീഷണിപ്പെടുത്തി സന്ദീപിനെയും കൂട്ടുകാരനെയും അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. എന്നാൽ പോകുമ്പോൾ സന്ദീപ് സംശയത്തോടെ പോലീസ് വണ്ടിയിലിരിക്കുന്ന കാർത്തികിനെ നോക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് PKPയെ ഫോൺ ചെയ്യുന്ന വില്ലണ്ണനെയാണ്. മെട്രോ റെയിൽ എന്നൊരു ബോർഡ് വരും, അവിടെ വന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. എന്റെ മോൻ ആരുടെ കയ്യിലെന്ന് PKP ചോദിക്കുമ്പോൾ, സംശയമാണെങ്കിൽ നീ തിരിച്ചു നോക്കൂ, മോന്റെ ശവം ഞാൻ അയച്ചേക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. തുടർന്ന് കോമഡി വില്ലിനോട് അയാൾക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്, വേഗം അസിസ്റ്റന്റ് വില്ലിനെ ഫോൺ ചെയ്ത് പയ്യനെ കൊണ്ടുവരാൻ പറയുന്നു. എന്നാൽ സന്ദീപുമായിട്ടുള്ള അടിയിൽ അസിസ്റ്റന്റ് വില്ലിന്റെ ഫോൺ തകർന്നു വരുന്നു. അതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവിടുന്ന് കാണിക്കുന്നത് പോലീസ് വണ്ടിയിലിരിക്കുന്ന കാർത്തികിനെയാണ്. അതേ വണ്ടിയിൽ വിന്നിങ്സും ഉണ്ടായിരുന്നു. സംശയം തോന്നിയ പോലീസുകാരൻ അവനെ പിടിച്ചു വെച്ചതായിരുന്നു. എന്നാൽ അവനെ കണ്ടാൽ അറിയില്ല മണ്ടനാണെന്ന് ഇറക്കി വിടാൻ ഇൻസ്പെക്ടർ പോലീസണ്ണോട് പറയുന്നുണ്ട്. അവനോട് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറയുമ്പോൾ എൻകൗണ്ടർ ചെയ്യാൻ പോവുകയാണെന്ന് പേടിച്ച് വിന്നിങ്സ് പോലീസണ്ണന്റെ കാലിൽ വീണ് അന്ന് നടന്ന സത്യങ്ങൾ മുഴുവൻ അറിയാതെ വിളിച്ചു പറയുന്നുണ്ട്. ഇത് ഇൻസ്പെക്ടറും കേൾക്കുന്നുണ്ട്. അടുത്തത് കാണിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സന്ദീപിനെയാണ്. ടിക്കറ്റ് എടുത്തിട്ട് വന്ന കൂട്ടുകാരനോട്, അവൾ ഇത്രയും നാൾ കഴിഞ്ഞ് എന്നോട് സംസാരിക്കുന്നു, പയ്യനെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വാ സംസാരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ എന്തോ ഇല്ലേ എന്ന് സംശയം പറയുന്നുണ്ട്. എന്നാൽ ഒരു മാസം കഴിഞ്ഞ് അവളോട് സംസാരിക്കാം, ഇപ്പോൾ നീ പോവാൻ നോക്ക് എന്ന് കൂട്ടുകാരൻ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ അവനെ ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചു വരാൻ സന്ദീപ് പറഞ്ഞയക്കുന്നു. എന്നിട്ട് അവന്റെ ബൈക്ക് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് കാണിക്കുന്നത് ഇൻസ്പെക്ടറിനെയാണ്. കാർത്തികിനെയും വിന്നിങ്സിനെയും റോഡ് സൈഡിൽ ഇരുത്തിയിട്ടുണ്ട്. എന്റെ ഡ്രോയറിൽ ഒരു കേസ് കേട്ടുണ്ട്, അത് കമ്മീഷണർ ഓഫീസിൽ കൊണ്ടു കൊടുക്കുക. ഒപ്പം പയ്യൻ നല്ല വിശന്നിട്ടാണ് ഇരിക്കുന്നത്, അവന് ഭക്ഷണമോ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ഇൻസ്പെക്ടർ പോലീസ് അണ്ണനെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ പോലീസ് അണ്ണൻ എന്തോ സംശയം തോന്നുന്നുണ്ട്, ഇൻസ്പെക്ടർ എന്തോ പ്ലാൻ ചെയ്യുകയാണെന്ന്. ഇതേ സമയം വഴി കൂടെ പോയ ഏതോ ഒരുത്തന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അസിസ്റ്റന്റ് വില്ലൻ നമ്മുടെ വില്ലണ്ണനെ വിളിച്ച് സന്ദീപ് കാർത്തികിനെയും കൊണ്ടുപോയ കാര്യം പറയുന്നു. എന്നാൽ അത് കേട്ട് ദേഷ്യപ്പെടുന്ന വില്ലണ്ണന്റെ പുറകിൽ ഒരു കാർ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് PKPയുടെ കാറാണെന്ന് വിചാരിച്ച് അവർ മുഖം മറയ്ക്കുന്നു. ഇതേ സമയം പോലീസ് അണ്ണനെ പറഞ്ഞുവിട്ട ഇൻസ്പെക്ടർ വിന്നിങ്സിനെ കൊണ്ട് PKP ഫോൺ ചെയ്യിപ്പിച്ച് പൈസ ആയിട്ട് അങ്ങോട്ട് വരാൻ പറയുന്നു. എന്നാൽ തന്നെ വീണ്ടും കളിപ്പിക്കുകയാണെന്ന് ദേഷ്യപ്പെടുന്ന PKPയോട് കാർത്തികിനെ കൊണ്ട് ഇൻസ്പെക്ടർ ഫോണിൽ സംസാരിപ്പിക്കുന്നു. വിശ്വാസമായി PKP അവരുടെ അടുത്തേക്ക് കാർ തിരിച്ചു പോകുന്നു. എന്നാൽ PKP നിന്നിരുന്ന അതേ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയാണ് വില്ലണ്ണന് നിന്നിരുന്നത്. അയാളുടെ അടുത്തേക്ക് ശരിക്കും വന്നത് വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ച് വഴിതെറ്റിയ ഡ്രൈവറണ്ണനും ശ്രീയുമായിരുന്നു. എന്നാൽ ഇതറിയാതെ വില്ലണ്ണൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, 5 വരെ എണ്ണും, അതിനു മുമ്പ് പണപ്പെട്ടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞില്ലെങ്കിൽ നിന്റെ മകനെ കൊന്നുകളയുന്നു. എന്നാൽ കാറിന്റെ അകത്തിരിക്കുന്ന ഡ്രൈവർ അണ്ണനും ശ്രീക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അയാളെ എന്തോ പറയുന്നുണ്ടല്ലോ എന്ന് ശ്രീ പറയുമ്പോൾ, മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അവർ ആരെങ്കിലും ആയിരിക്കും, നമുക്ക് അവരോട് വഴി ചോദിക്കുക എന്ന് പറഞ്ഞ് ഡ്രൈവർ അണ്ണൻ തല പുറത്തേക്കിട്ട് അവരോട് വഴി വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് വില്ലണ്ണന് മനസ്സിലായത് ആള് മാറിപ്പോയെന്ന്. എന്നാൽ എന്തോ
പന്തുകേടി വന്ന ശ്രീ നമുക്ക് തിരിച്ചു പോകാണ, വേറെ ആരോടെങ്കിലും വഴി ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. അവർ വണ്ടി തിരിച്ചു പോകുമ്പോഴാണ് പുറകിൽ ഒട്ടിച്ചിരുന്ന PKP എന്ന സ്റ്റിക്കർ കാണുന്നത്. അത് കണ്ട വില്ലണ്ണൻ കയ്യിലിരുന്ന കമ്പി വലിച്ചെറിയുന്നുണ്ട്. അതുകൊണ്ട് കാറിന്റെ പുറകിലെ ഗ്ലാസ് പൊട്ടുന്നുണ്ട്. കാർ നിർത്തി ശ്രീയും ഡ്രൈവറണ്ണും ഇറങ്ങി വരുന്നു. അടുത്ത സീനിൽ വിന്നിങ്സ് ഒരു കൂളിംഗ് ഗ്ലാസും ചെവിയിൽ ഇയർഫോണും വെച്ച് കാർത്തികിനെ കയ്യും വായും കെട്ടി തോക്കു ചൂണ്ടി മുൻപിൽ നിർത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് PKP വരുന്നു. ഫോണിൽ ഇയർഫോണിൽ കൂടി ഇൻസ്പെക്ടർ ഒളിച്ചു നിന്ന് വിന്നിങ്സിനോട് സംസാരിക്കുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങിയ PKPയോട് ബാഗ് മുമ്പിലോട്ട് എറിയാൻ പറയുന്നു. എന്നാൽ ചുറ്റും സംശയത്തോട് നോക്കുന്ന PKPയെ കണ്ട് കാർത്തികിന് നേരെ തോക്കിയുടൻ ഇൻസ്പെക്ടർ ഫോണിലൂടെ പറയുന്നുണ്ട്. അത് കണ്ട PKP വിന്നിങ്സിന്റെ മുമ്പിലേക്ക് ബാഗ് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നു. അതെടുക്കാനായി വന്നപ്പോഴേക്കുമാണ് റെജിനയുടെ അടുത്തേക്ക് പോയി കിടന്ന സന്ദീപ് അങ്ങോട്ട് വരുന്നത്. ഇതേ സമയം ഡ്രൈവറണ്ണന്റെ കാറിന്റെ കീ കോമഡി വില്ലൻ ഊരി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. വില്ലണ്ണൻ ഞങ്ങൾ സ്കെച്ചിടാൻ വന്നതാണോ, എത്ര പേർ വന്നിട്ടുണ്ട് എന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ അതിനൊന്നും വന്നതല്ല, വഴിതെറ്റി വന്നതാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വില്ലണ്ണൻ അത് വിശ്വസിക്കുന്നില്ല. കാരണം വണ്ടി PKPയുടെ ആണല്ലോ. നമ്മൾ എന്തിനാ ഇവന്മാരുടെ ഇതെല്ലാം സംസാരിക്കുന്നത്, നിങ്ങൾ കീ തരൂ എന്ന് പറയുന്ന സ്ത്രീയെ വില്ലണ്ണൻ അടിക്കുന്നു. അത് തടയുന്ന ഡ്രൈവറണ്ണനെ വില്ലണ്ണൻ ഒരു കമ്പിവടിക്ക് അടിച്ചു വീഴ്ത്തുന്നുണ്ട്. അതേസമയം സന്ദീപിനെ കണ്ട് പേടിച്ച് വിന്നിങ്സ് കാർത്തികിനെയും കൊണ്ട് വീണ്ടും പിന്നോട്ട് പോകുന്നു. സന്ദീപ് PKPയോട് പറയുന്നുണ്ട്, സാർ ഞാനാണ് ആദ്യം വിളിച്ചത്, പക്ഷെ ഞാൻ കാർത്തികിനെ പോലീസിന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്, ഇവൻ ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഇൻസ്പെക്ടർ വിന്നിങ്സിനോട് ഫോണിൽ കൂടി പറയുന്നുണ്ട് ഷൂട്ട് ചെയ്യാൻ. വിന്നിങ്സ് താഴേക്ക് വെടി പൊട്ടിച്ചപ്പോൾ അത് കണ്ട് PKPയും കാറിൽ നിന്ന് തന്റെ തോക്കെടുത്ത് സന്ദീപിന് നേരെ ചൂണ്ടി അവിടെ നിന്ന് അവനോട് പൊക്കോളം പറയുന്നു. സന്ദീപ് ബൈക്കിൽ കയറാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ പിടിക്കപ്പെടുമോ എന്ന് പേടിയുണ്ടെന്ന് പറയുന്ന വിന്നിങ്സിനോട് പൈസ എടുത്തതിന് ശേഷം പയ്യനെ വിട്ടുകൊടുക്കുക, അവനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഈ വിഷയം ഞാനും നീയും അല്ലാതെ വേറെ ആരും അറിയില്ല എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. എന്നാൽ കാർത്തിക് ഇത് കേട്ടുകൊണ്ട് നിൽക്കുമല്ലേ, ഇവൻ അച്ഛനോട് പറയില്ലേ ഞാൻ മുങ്ങും, പക്ഷേ സാർ എന്ത് ചെയ്യും എന്ന് വിന്നിങ്സ് ചോദിക്കുമ്പോൾ അപകടം മനസ്സിലാക്കിയ ഇൻസ്പെക്ടർ എന്നാൽ PKPയെ ഷൂട്ട് ചെയ്യ് എന്ന് പറയുന്നതിന് മുമ്പ് കാർത്തിക് ഇയർഫോണിന്റെ കേബിൾ ഫോണിൽ നിന്നും വിന്നിങ്സ് അറിയാതെ വലിച്ചു മാറ്റുന്നു. സംസാരമൊന്നും കേൾക്കാതെ വന്നപ്പോൾ വിന്നിങ്സ് പേടിക്കുന്നുണ്ട്. അയാൾ ഇൻസ്പെക്ടറോട് സാർ ഇറങ്ങി വാ സാർ എന്ന് വിളിച്ച് കരയുന്നു. അത് കേട്ട് PKP വിന്നിങ്സ് നേരെ തോക്കിയുണ്ടെന്ന്. പോകാൻ തുടങ്ങിയ സന്ദീപും ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയം വില്ലണ്ണൻ ഒരു കുപ്പി തന്റെ കയ്യിലേക്ക് കെട്ടിവെച്ച് ഡ്രൈവറണ്ണന്റെ മുതുകിലടിച്ചിട്ട് ശ്രീയോട് ചോദിക്കുന്നുണ്ട്, എന്നെ വാച്ച് ചെയ്യാൻ വന്നതല്ലേ നീ എന്ന്. എന്നാൽ തങ്ങൾ അതിനൊന്നും വന്നതല്ല, ആരോടാണെന്ന് വെച്ചാൽ നീ ഫോൺ ചെയ്ത് ചോദിക്കുക എന്ന് ശ്രീ കരഞ്ഞു പറയുമ്പോൾ കോമഡി വില്ലൻ PKP ഫോൺ ചെയ്യുന്നുണ്ട്. എന്നാൽ PKP ഫോൺ എടുക്കുന്നില്ല. ഇത്രയും നേരം ഫോൺ എടുത്തവൻ ഇപ്പോൾ എടുക്കുന്നില്ല. അപ്പൊ നീ എന്നെ വാച്ച് ചെയ്യാൻ തന്നെ വന്നതാ, അവനോട് നീ പോയി പറ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, പൈസ തന്നില്ലെങ്കിൽ പയ്യന്റെ ഒപ്പം ഇവനെയും കൊല്ലുക എന്ന് പറഞ്ഞ് വീണ്ടും ഡ്രൈവറണ്ണൻ അടിക്കുന്നു. ശ്രീ കരഞ്ഞുകൊണ്ട് പോകാനായി തിരിയുന്നു. ആ സമയത്ത് ഡ്രൈവറണ്ണന്റെ ഭാര്യ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നാൽ വില്ലണ്ണൻ ഫോൺ തട്ടിത്തെറിപ്പിക്കുന്നു. അത് ചെന്ന് വീണത് തിരിഞ്ഞു നടന്ന ശ്രീയുടെ മുമ്പിലായിരുന്നു. ഫോണിൽ ഡ്രൈവറണ്ണന്റെ ഭാര്യയാണെന്ന് കണ്ട ശ്രീ ഡ്രൈവറണ്ണൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുന്നു. നമ്മൾ ആരെങ്കിലും സഹായിച്ചാലല്ലേ നമ്മൾ ആരെങ്കിലും സഹായിക്കും. അതോർത്ത് ശ്രീ തിരിച്ചു വന്ന് വില്ലണ്ണനോട് ഞാൻ നിന്നെ വാച്ച് ചെയ്യാൻ തന്നെ വന്ന, ഇയാൾക്കൊന്നും അറിയില്ല, വെറും ഡ്രൈവറാണ്, അയാളെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് വില്ലണ്ണന്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു. ഇതേ സമയം നമ്മുടെ ഇൻസ്പെക്ടർ യെസ് സർ സിറ്റുവേഷൻ അണ്ടർ കൺട്രോളാണ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിന്നിങ്സിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവിടെ സന്ദീപിനെ കണ്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നത്, പോ എന്ന് പറയുന്നു. പോലീസുകാരന്റെ മുമ്പിൽ തോക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാണ്, അത് മാറ്റുന്ന PKPയോടും പറഞ്ഞിട്ട് വിന്നിങ്സിനോട് തോക്ക് തരാൻ പറയുന്നു. എന്നാൽ തോക്ക് തന്നാൽ നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്യും, ഞാൻ തരില്ലെന്ന് വിന്നിങ്സും പയ്യനെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ കെട്ടിയിരുന്നില്ലല്ലോ, കെട്ടഴിച്ചു വിട്, അവൻ സംസാരിക്കട്ടെ എന്ന് സന്ദീപും 2 നിമിഷത്തിനുള്ളിൽ പയ്യൻ എൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ നീ ആരായാലും ഷൂട്ട് ചെയ്യുമെന്ന് PKPയും പറയുന്നു. ഇൻസ്പെക്ടർ ശരിക്കും പെട്ടു. എന്നാൽ വിന്നിങ്സിന്റെ കയ്യിൽ നിന്നും തോക്ക് മേടിക്കുന്നതിനിടയ്ക്ക് വെടിപൊട്ടി അത് PKPക്കിട്ട് കൊള്ളുന്നുണ്ട്. ഇതേ സമയം വില്ലണ്ണന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന സ്ത്രീയെ അടിക്കാൻ മുടിക്ക് കുത്തിപ്പിടിക്കുമ്പോൾ ശ്രീ വില്ലണ്ണന്റെ കയ്യിൽ ബലത്തിൽ പിടിക്കുന്നുണ്ട്. സ്ട്രെങ്ത് ആടാ കാട്ടണേ എന്ന് വില്ലണ്ണൻ ചോദിക്കുമ്പോഴാണ് ശ്രീക്ക് മനസ്സിലാവുന്നത് തന്നെ ഇന്നലെ ഇടിച്ച് ബാഗ് അടിച്ചുകൊണ്ട് പോയത് ഇവനാണെന്ന്. പിന്നെ എന്റെ ബാഗ് എവിടെടാ എന്നും ചോദിച്ച് ശ്രീ അവന്മാരെ തിരിച്ചടിക്കുന്നുണ്ട്. വില്ലണ്ണനും കോമഡി വില്ലനും പപ്പടാവും. അവരുടെ ഓട്ടോയിൽ നിന്നും ശ്രീയുടെ ഫോണും തിരിച്ചു കിട്ടുന്നുണ്ട്. ഇതേ സമയം വിന്നിങ്സിന്റെ കയ്യിൽ നിന്നും തോക്ക് മേടിച്ച ഇൻസ്പെക്ടർ നീയാണ് PKPയെ ഷൂട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് വിന്നിങ്സിനെ വെടിവെക്കാൻ നിൽക്കുന്നു. എന്നാൽ അച്ഛന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കാർത്തിക് കയ്യിലെ കെട്ടഴിച്ച് PKPയുടെ തോക്കെടുത്ത് സന്ദീപിന് കൊടുക്കുന്നുണ്ട്. അവൻ അത് ഇൻസ്പെക്ടറിന് നേരെ ചൂണ്ടി തോക്ക് താഴെ ചിറ്റപ്പ അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നു. എന്നാൽ അയാൾ സന്ദീപിന് നേരെ തോക്കി കൊണ്ടുവന്നു. അത് കണ്ട സന്ദീപ് അയാളുടെ കാലിന് വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. വിന്നിങ്സിനോട് കാർ ഓടിക്കാൻ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറയുന്ന അയാളെയും PKPയും കാർത്തികിനെയും കാറിന്റെ ഉള്ളിലിരുത്തുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പോലീസ് ജീപ്പ് വരുന്നത്. അത് കണ്ട് അക്യൂസ്ഡ് ആണ്, അവരെ പിടിക്കെന്ന് ഇൻസ്പെക്ടർ പോലീസണ്ണോട് പറയുന്നുണ്ട്. പോലീസണ്ണൻ ഉടനെ തന്നെ ജീപ്പിൽ നിന്ന് വയർലെസ് എടുത്ത് ഇൻസ്പെക്ടർക്ക് വെടി കൊണ്ടു, ആംബുലൻസ് അയക്കണം എന്ന് മെസ്സേജ് കൊടുക്കുന്നു. അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ഞാൻ വരുമ്പോൾ ഇവിടെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് വിന്നിങ്സിനോട് കാർ എടുത്തു പോകാൻ ആംഗ്യം കാണിക്കുന്നു. തുടർന്ന് സന്ദീപിനോട് തോക്കുതാ ഇത് ഞാൻ നോക്കിക്കോളാം നീ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ സന്ദീപ് നേരെ ഇൻസ്പെക്ടർ അടുത്ത് ചെന്ന് അയാളുടെ നേരെ തോക്ക് ചൂണ്ടി പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന നിന്നെപ്പോലുള്ളവർ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ നാട് വിട്ടു പോണത്, ഇതെന്റെ നാടാ, ഇവിടെ നിന്ന് ഞാൻ
ഞാൻ എവിടെയും പോകില്ല എന്ന് സന്ദീപിന്റെ മൈൻഡ് വോയ്സ് കേൾപ്പിക്കുന്നു. എന്നിട്ട് തോക്ക് പോലീസണ്ണന് കൊടുത്തിട്ട് അവൻ പോകുന്ന വഴിയിൽ അടികൊണ്ട ഡ്രൈവറണ്ണയും കൊണ്ട് വണ്ടികൾക്ക് കൈ കാണിക്കുന്ന സ്ത്രീയെ കണ്ട് അവൻ ബൈക്ക് നിർത്തുന്നുണ്ട്. എന്നാൽ സന്ദീപിനെ കണ്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങുന്ന സ്ത്രീയെ സന്ദീപ് വിളിച്ച് ഡ്രൈവറണ്ണയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. ഇതേസമയം വിന്നിങ്സ് PKPയും കൊണ്ട് ഒരു ആശുപത്രിയിലേക്കുള്ള വഴിയുടെ മുമ്പിൽ നിർത്തിയിട്ട് കാർത്തികിനോട് ആശുപത്രി അതാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ തുടങ്ങുന്നു. അപ്പോൾ PKP കാറിൽ നിന്നും ആ പണം അടങ്ങിയ ബാഗ് എടുത്ത് റോഡിലേക്കിട്ട് അവനോട് എടുത്തോളം പറയുന്നുണ്ട്. എന്നാൽ വിന്നിങ്സ് അത് എടുക്കാതെ തിരിച്ചു നടന്നു പോകുന്നു. മകനെ അഡ്മിറ്റ് ചെയ്ത അതേ ആശുപത്രിയിൽ തന്നെയാണ് ഡ്രൈവറണ്ണനെയും സന്ദീപും ശ്രീയും കൊണ്ടുവന്നത്. അവിടെ വെച്ച് ഡ്രൈവറണ്ണനെയും മോനെയും കാണിക്കുന്നു. അവർ ഓക്കെയാണ്. ശ്രീയുടെ മുറിവ് മരുന്ന് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അറ്റൻഡർ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. അടിയുണ്ടാക്കിയതാണോ, കൂടെ വന്ന ആൾ ആരാണെന്ന്. എന്നാൽ എനിക്ക് അയാൾ ആരാണെന്നോ പേര് പോലും അറിയില്ലെന്ന് ശ്രീ മറുപടി പറയുന്നു. അപ്പോൾ ശ്രീയെ അച്ഛൻ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നും അഡ്രസ്സ് കൊടുക്ക് അയച്ചേക്ക എന്ന് പറഞ്ഞ് ഒരാൾ ഫോൺ വിളിച്ചുവെന്നും ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഫോൺ കട്ട് ചെയ്തുവെന്നും പറയുന്നു. എങ്കിൽ കോൾ വന്ന നമ്പർ തരാൻ ശ്രീ പറയുന്നു. അവിടുന്ന് കാണിക്കുന്നത് ഇൻസ്പെക്ടറെ ആംബുലൻസിലേക്ക് കയറ്റുന്നതാണ്. ഇത്രയ്ക്ക് ക്ലോസ് റേഞ്ചിൽ വെടിവെച്ചിട്ടും അത് ആരാണെന്ന് താൻ കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ലെന്ന് ഇൻസ്പെക്ടർ കള്ളം പറയുന്നുണ്ട്. അപ്പോഴാണ് ശ്രീ വിളിച്ച കോൾ നമ്മുടെ പോലീസറിന്റെ ഫോണിലേക്ക് വരുന്നത്. അദ്ദേഹമായിരുന്നു ആ ഫയൽ എടുത്തു വെച്ചിരുന്നത്. ഇതേസമയം PKP ഗുണ്ടകളെ വിളിച്ച് നടന്ന കാര്യമെല്ലാം പറഞ്ഞ് സബ്വേയിൽ കിടക്കുന്ന വില്ലണ്ണനെയും ഗ്യാങ്ങിനെയും എടുത്ത് ഗ്യാരേജിലേക്ക് പോയിക്കോളം പറയുന്നുണ്ട്. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. തുടർന്ന് ആശുപത്രിക്ക് പുറത്ത് ദിവ്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയെയും രജനിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദീപിനെയും കാണിക്കുന്നു. ആ നാട്ടിൽ നിൽക്കണ്ട, തിരിച്ചു പോരെന്ന് പറഞ്ഞ ദിവ്യയോട് മനുഷ്യന്മാർ ചെയ്ത തെറ്റിന് ഈ നാടിനെ എന്തിനാ കുറ്റം പറയുന്നത്? ഈ നാടാണ് നമുക്ക് ജീവിക്കാൻ 26,000 രൂപ ശമ്പളം കൊടുക്കാൻ പോകുന്നത്. ഞാൻ വരുന്നില്ല എന്ന് സ്ത്രീ പറയുന്നു. ഇതേസമയം സന്ദീപ് പറയുന്ന കാര്യങ്ങളൊന്നും രജനി വിശ്വസിക്കുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് പറയാൻ രജന സന്ദീപിനോട് പറയുന്നു. സന്ദീപ് നേരെ ശ്രീയുടെ അടുത്ത് ചെന്ന് ബ്രദർ നിന്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ നീയെങ്കിലും അത് ചോദിച്ചല്ലോ, എൻ്റെ പേര് എന്ന് പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വായി നോക്കി അണ്ണൻ്റെ കൂട്ടുകാർ സന്ദീപിനെ തല്ലാൻ അങ്ങോട്ടേക്ക് വന്നിറങ്ങുന്നു. അവർ സന്ദീപിനോട് നിന്റെ പേരെന്താടാ, രാവിലെ ബസ്സിൽ സീനിറക്കിയില്ലേ, ഇപ്പോൾ വന്ന് മുട്ടട എന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് കളഞ്ഞ് സന്ദീപ് റെഡിയാവുന്നുണ്ട്. എന്നാൽ ശ്രീയും തിരിഞ്ഞ് അവന്മാരുടെ നേരെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. ദി എൻഡ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് 125 വ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ആരും മൈൻഡ് ചെയ്യാതെ പോയതെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം ഒന്ന് രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. ഈ വീഡിയോയിലും അതേ കാര്യം തന്നെ ഞാൻ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ രേഖപ്പെടുത്തി ഈ ചാനൽ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ഇൻസ്പിരേഷൻസ് ഒരു കഥ സൊല്ലട്ടുമാ സാർ, ശ്രീ അനൂപ് ഗോവിന്ദൻ, ട്വിസ്റ്റ് മലയാളി, ഇൻസൈഡ് മൂവി പ്ലസ്, മല്ലു എക്സ്പ്ലെയിനർ ഇവരെനിക്ക് ആശംസ കമൻറ്റുമായി എത്തുമെന്ന പ്രതീക്ഷയിൽ ഞാൻ നിർത്തട്ടെ. സങ്കടങ്ങളിൽ തളർന്നു പോകാതിരിക്കുക. ഞാനുണ്ടാവും നിങ്ങളുടെ ഒപ്പം. ഒരുപാട് സ്നേഹത്തോടും നന്ദിയോടും. ടാറ്റാ.